ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾവേസ് ഞാൻ വ്ലോഗായിട്ടാണ് വരുന്നത്. നമ്മൾ അക്യൂരത്തിൻ്റെ എക്സ്പോ നടക്കുവാണല്ലോ കൊല്ലത്ത് ആശ്രമ മൈതാനത്തിൽ. അപ്പോൾ ഇവിടെ 2 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. ഞങ്ങൾ വന്നപ്പം 12 മണിക്കായിരുന്നു വന്നത്. പക്ഷേ അറിയാമായിരുന്നു 2 മണിക്കാണെന്ന്. എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നേരത്തെ ടിക്കറ്റ് വല്ലതും കിട്ടുമെന്നുള്ള ഇതിൽ വന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, എല്ലാം 2 മണിക്ക് തന്നെയാണ് ഓപ്പണിങ്ങും ടിക്കറ്റ് കൊടുത്തതെല്ലാം. അങ്ങനെ ഞങ്ങൾ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഈ റോബോട്ടാണ് ഇത്. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. ഒരു ഭയങ്കര പേടിയാണ് കണ്ടത്. അവിടെ നിന്നപ്പോൾ അവരുടെ ഒരു ചെരുപ്പ് അതങ്ങ് എടുത്ത് വെച്ച്. ഇത് റിമോട്ട് കൺട്രോളിങ്ങിലുള്ളതാണ് സംഭവം, അല്ലാതെ വേറൊന്നുമല്ല. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. ആദ്യം ഈ റോബോട്ടിൻ്റെ ഒരു സംഭവങ്ങൾ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫിഷിൻ്റെ ഏരിയയിലോട്ട് വന്നത്. മെയിനായിട്ട് നമ്മൾ ഫിഷിൻ്റെ ആണല്ലോ കാണാൻ പോകുന്നത്. അങ്ങനെ റോബോട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഡോണ്ട് ടച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ലൈറ്റ് സംഭവം കൊള്ളാട്ടെ. സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാനത് എടുത്ത്. നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഫിഷിൻ്റെ മെർമെയ്ഡ് മെയിൽ വേർഷനാണ്. ഞാൻ ആദ്യം വെച്ച മെർമെയ്ഡ് ഫീമെയിൽ ആയിരിക്കും. ഇത് ഒരാണാണ് അവിടെ നിൽക്കുന്നത്. പിന്നെയാണ് നമ്മൾ മെർമെയ്ഡിൻ്റെ ഒക്കെ അടുത്ത് ചെന്നത്. അതായത് ഫീമെയിൽ മെർമെയ്ഡിൻ്റെ അടുത്ത് നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ല സുന്ദരിയായിട്ടുള്ളൊരു മെർമെയ്ഡായിരുന്നു. ഭയങ്കര സൗന്ദര്യമായിരുന്നു അവർക്ക്. അങ്ങനെ ഞാനതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന്. കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് 150 റുപ്പീസാണ്. 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണ്ട, എൻട്രി ടിക്കറ്റ് എടുക്കണ്ട. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് എൻട്രി ടിക്കറ്റ് വേണം. അവർക്ക് എല്ലാവർക്കും 150 തന്നെയാണ്. സംഭവം 150 ആണെങ്കിലും നല്ല വേർത്താണ്. ഞങ്ങൾ ഒരുവിധം സ്പീഡിലൊക്കെ ആയിട്ട് പോലും 1 അവർ എടുത്ത് ഇതിൻ്റെ പുറത്ത് വരാൻ. പക്ഷെ നമ്മൾ നല്ല സമയം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സമയം എടുക്കും. ഇച്ചിരി വൈകിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ഇച്ചിരി നേരത്തെ കൂട്ടി പോകാൻ നോക്കണം, എന്നാലും നമുക്ക് എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലതരം ഫിഷ്, ഇതായിരുന്നു നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഫിഷൊന്നും അല്ല, നമ്മൾ കടലിലുള്ള ഫിഷുകളാണ്. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ തിന്നുന്ന മീനുകളെല്ലാം ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് സംഭവം. ഇതിന് പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞാനത് ഓർക്കുമായിരുന്നേ. നമ്മൾ സൗന്ദര്യം, മനുഷ്യൻ ഏറ്റവും നല്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് മനുഷ്യനെന്നാണ് പറയുന്നത്. പക്ഷേ ദൈവം സൃഷ്ടിച്ചതല്ല. പക്ഷെ ഞാൻ പറയുന്നത് നേച്ചർ, ഈ ഫിഷ്, ഇങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്, ജീവികളുണ്ടല്ലോ, ഇത് കാണുന്ന ക്യൂട്ടാണ്. സത്യത്തിൽ ഇതാണ് ഏറ്റവും സൗന്ദര്യമുള്ള വസ്തു ഇതുപോലെ എന്ന് പറയുകയാണെങ്കിൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ത് സൗന്ദര്യം നോക്ക്. അത് കണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അതുപോലെ തന്നെ കുറച്ച് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും, ഞാൻ കാണുമോ വീഡിയോ എടുക്കുമോ? അങ്ങനെ ഈ ഫിഷ് ഉണ്ട്, നല്ല രസമുണ്ടല്ലേ. അത് ഞാൻ കൈവച്ച് കൊടുത്തപ്പോൾ തിന്നാൻ വേണ്ടി വന്നു. ബാക്കിയൊന്നും എൻ്റെ അടുത്ത് ഓടി വന്നിട്ടില്ല. നല്ല രസമുണ്ട്. ഇതെല്ലാം കരിമീൻ്റെ ലുക്ക്. പക്ഷേ കരിമീനാണോയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഫിഷിൻ്റെ പക്ഷേ ഇത് എൻ്റെ അങ്കിൾ ഒരു പേര് പറഞ്ഞു തന്നു, പക്ഷേ ഞാനത് മറന്നു. ഇത് നത്തോലി. നമ്മൾ നത്തോലി തിന്നിട്ടേ ഉള്ളൂ. പക്ഷേ നത്തോലി ഇങ്ങനെ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എൻ്റെ ബ്ലോഗിൽ അതെല്ലാം കാണും. ഇന്ന് വരാലോ. ഇതെന്തോ ഒരു മീൻ്റെ പേരായിരുന്നു, മറന്നു പോയേട്ടാ. എന്തൊരു മീനായിരുന്നു. അങ്ങനെ കുറേ മീനുണ്ട്. എന്തൊക്കെ മീനാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതെന്തോ തേടയോ എന്തോ ഒരു പേര് പറഞ്ഞിട്ടത് ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും അനങ്ങുന്നില്ല. എനിക്ക് തിന്നാന്നും കൊടുക്കാത്തതിൻ്റെയാണ്. ഇത് ഞാൻ ആദ്യം വെച്ച് വല്ല ടെഡി ബിയർ സംഭവമായിരിക്കും, പക്ഷെ ഇത് കടൽ പൂച്ചയാണെന്ന് ആയിരുന്നു. നല്ല രസമുണ്ടല്ലേ അതിനകത്തിരിക്കുന്നത് കാണാൻ. നമ്മൾ വളർത്തുന്ന പെറ്റ്സിനൊക്കെ പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി മേക്കറിൻ്റെ ഒക്കെ അടുത്ത് വന്നു. പക്ഷെ അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല. കാണാൻ നല്ല രസമുണ്ട്, കാണിച്ചിരുന്നു. എനിക്കിത് വീഡിയോ കണ്ടൻറ്റ് ആവുമല്ലോ, അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഇതെന്തോ വണ്ടി വാക്യൂം ക്ലീനർ സംഭവം, ലൈക്ക് അങ്ങനെ എന്തോ. ഇത് പിന്നെ നമ്മൾ കബേർഡ്, കട്ടിൽ എല്ലാം കൂടെ ഉള്ള സംഭവമാണ്. അങ്ങനെ അതൊക്കെ നല്ല രസമുണ്ട് കാണാം. പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. അവിടെ നിന്നും വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. നല്ല എക്സ്പെൻസീവ്, നല്ല രീതിയിൽ എക്സ്പെൻസീവ് ഉണ്ട്. കുറേ ഉണ്ടായിരുന്നു. ഇതെന്തെന്ന് പാലക്കാടിന് കരിപ്പോട്ടി ഇഷ്ടമുള്ള ആൾക്കാർ കരിപ്പോട്ടി വാങ്ങിക്കും. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഇത് എന്തോ കുറേ സംഭവം. ഇത് ഞാൻ വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ എടുത്ത് വന്നപ്പോഴാണ് അവരത് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനെടുത്ത്. അങ്ങനെ ഞങ്ങളങ്ങനെ ഇതെന്തോന്ന് സംഭവം,
എനിക്ക് തന്നെ സത്യത്തിൽ കൺഫ്യൂഷനായിപ്പോയി. പിന്നെ ഹൽവ, വെറൈറ്റീസ് ഓഫ് ഹൽവ, അച്ചാർ വയറൊക്കെ നിറഞ്ഞിരുന്നതുകൊണ്ട് അച്ചാറൊന്നും തിന്നാനുള്ള ഇതില്ലായിരുന്നു. അതുകൊണ്ട് സ്ഥലമില്ലായിരുന്നു വയറ്റിൽ. പക്ഷെ നല്ല വെറൈറ്റീസ് ഓഫ് അച്ചാറുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കുറേ ഉണ്ട്. പപ്പടം ഇത് പപ്പടം സംഭവമാണ്. പപ്പടമൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാനിത് സംഭവം കണ്ടിട്ട് വീഡിയോ എന്തൊക്കെയോ ചെയ്ത് താഴോട്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ പോകുമായിരുന്നു. സംഭവം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇതെന്തോന്ന് സംഭവം, ഇത് ചെരുപ്പിൻ്റെ കുറേ മറ്റേ ജൂട്ട് മെറ്റീരിയലൊക്കെ വെച്ചുള്ള ചെരുപ്പ്, ഷൂസാണ് സംഭവം. നല്ല എക്സ്പെൻസീവാണ്. ഞാൻ വിലയൊന്നും ചോദിച്ചില്ല. അങ്ങനെ നമ്മളതെല്ലാം എനിക്ക് വാങ്ങിക്കാനുള്ളൊരു മൂഡൊന്നുമില്ല. അല്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ളത്. ഇത് അലോവേര ജെല്ല്, ക്രീം, സംതിങ് ലൈക്ക് അങ്ങനെയൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള 250 സംതിങ് ഒക്കെയാണ് എൻ്റെ വില. ഭയങ്കര വിലക്കുറവൊന്നുമില്ല. പിന്നെ വാച്ച്, ലേഡീസ് വാച്ച്, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള വാച്ചുകൾ, ബ്രാൻഡഡ് ഒന്നുമല്ല. ഇതെല്ലാം ബാഗൊക്കെ കൊള്ളാം കേട്ടോ. നല്ല രാജസ്ഥാനി ലുക്ക് വരുന്ന, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഏത് മെറ്റീരിയലാണെന്ന് സംഭവം. പക്ഷേ എല്ലാം കൊള്ളായിരുന്നു. ബാഗിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് എനിക്ക് ചുമ പിടിച്ചതാണ് തോന്നുന്നത്. പിന്നെ ഡ്രസ്സസ്, ഇത് നമ്മൾ വീട്ടിൽ ഇരുന്നത് ലോണ്ട്രീസാണ്. അത് വലിയ വെറൈറ്റീസ് ഒന്നുമില്ല. പിന്നെ അത്തർ, പക്ഷെ കൊള്ളാം കേട്ടോ. ഞാൻ നല്ല മണത്തൊക്കെ നോക്കിയപ്പോൾ നല്ല രസമാണ്. ഊതും അത്തർ, നമ്മളങ്ങനെ ഊതും അത്തറൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് കണ്ടിട്ട് അങ്ങ് വന്നു. പിന്നെ സ്വീറ്റ്സിനും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ഡബ്ബയ്ക്ക് 60 രൂപ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല, വാങ്ങിച്ചൊന്നുമില്ല. പക്ഷേ നമ്മൾ നല്ല വെറൈറ്റീസ് ഓഫ് നമ്മൾ പഴയ നമ്മൾ പണ്ട് സ്കൂളിൽ 19 കിഡ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ്സ് ചോക്ലേറ്റ്, ക്യാൻഡീസ്, മിഠായികൾ കുറേ ഉണ്ടായിരുന്നു. പേരറിയത്തില്ല. ഞാനൊരു 19 കിഡാണ്, കണ്ടാൽ പറയത്തില്ല, പക്ഷേ ആണ്. അങ്ങനെ കുറേ മിഠായികളുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചൊന്നുമില്ല, വാങ്ങിക്കാനൊരു മൂടി വന്നില്ല, അതാണ് സംഭവം. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഇന്ന് കാക്കപ്പഴം എന്ന് പറയാം, കറുപ്പ് തന്നെ. ഞങ്ങളിവിടെ കാക്കപ്പഴം എന്നൊക്കെ പറയും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല റിയൽ എക്സാക്റ്റ് ആയിട്ടുള്ള പേര്. അത് ഫ്രൂട്ടി കേട്ടോ സംഭവം. പിന്നെ ഇത് വാഫർ കുറേ ഉണ്ടായിരുന്നു. വാഫർ അല്ലല്ലോ, എൻ്റെ പേര് മറന്നുപോയി, എന്തോ ആയിരുന്നു. പിന്നെ മറ്റേ സെറ്റ് സാരി സെറ്റ്, മറ്റേ എന്തോ ആയിരുന്നു, കൈത്തറിയുടെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല 2 550 സംതിങ് ആയിരുന്നു. കൊള്ളാവോ, ക്വാളിറ്റി ഉള്ളതാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ സംഭവം അഫോർഡബിൾ ആയിരുന്നു. പിന്നെ കുറേ കത്തികൾ, പിന്നെ വെറൈറ്റീസ് ഓഫ് കത്തികൾ, ഡബ്ബാസ്, അങ്ങനെ നമ്മൾ അടുക്കളയിലൊക്കെ വേണ്ട സംഭവങ്ങളുണ്ടായിരുന്നു. അരിപ്പ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിൻ്റെ എങ്ങും ഇതായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ കടായി, ചീനിച്ചട്ടി എന്ന് നമ്മൾ പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പറയുന്നെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബിലോ, ഓക്കെ. പിന്നെ എന്തുവായിരുന്നു, ഇത് കൊച്ചു പിള്ളേർക്കുള്ള സംഭവങ്ങളാണ്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അന്നായിരുന്നെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ പീഡിപ്പിച്ചേനെ. കുറേ വെറൈറ്റീസ് ഓഫ് പെൻസിൽ, പിള്ളേർ പഠിക്കാൻ വേണ്ടി ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഇടുന്നു. അങ്ങനെ. പക്ഷെ കൊള്ളാം കേട്ടോ സംഭവം. ലോങ് ലാസ്റ്റിംഗ് ആണോയെന്നൊന്നും എനിക്കറിയില്ല. പിള്ളേരുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, എന്തായാലും ഒന്നും ലോങ് ലാസ്റ്റിംഗ് ഒന്നും കാണത്തില്ല. പിന്നെ എൻ്റെ അച്ചാർ, ഇത് 2 സെക്ഷൻ എങ്ങാണ്ടുണ്ട് അച്ചാറുകൾ. അങ്ങനെ ഞാൻ അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് അച്ചാർ. കടലയുടെ ഒക്കെ അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കടല, ഫിഷൊക്കെ നമ്മളിപ്പം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഹൽവ, കോഴിക്കോടൻ ഹൽവ, വെറൈറ്റീസ് ഓഫ് ഹൽവ. പിന്നെ ഇത് ഒമാൻ ചോക്ലേറ്റ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റി. നമ്മൾ സാധാ ചോക്ലേറ്റ് പോലെ ഒന്നുമല്ല, ഇച്ചിരി ഒരു നട്ട്സിൻ്റെ അല്ല, വേറൊരു വെറൈറ്റി ടേസ്റ്റ്. എനിക്ക് പറയാൻ അറിയത്തില്ല അതെങ്ങനെയാണെന്ന്. പിന്നെ ഇത് കുക്കീസ്. ഞാൻ ആദ്യം വിചാരിച്ച് മറ്റേ മിൽക്ക് സ്വീറ്റ്സ് ആയിരിക്കും, പക്ഷേ ഇത് മിൽക്ക് സ്വീറ്റ്സ് അല്ല, ഇത് കുക്കീസാണ്. കുക്കീസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് കുക്കീസ്. ഞാനിത് കഴിച്ചായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ കുക്കി. വേറൊരു മറ്റേ ഫെസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ തന്നെ, ആശ്രമ മൈതാനത്ത് തന്നെ വേറൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം കഴിച്ചത്, പക്ഷേ ആ ടേസ്റ്റാണ് ഇതിനൊന്നും എനിക്ക് അറിയുന്നുണ്ട്, ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളുടെ ഓൾ ദ ടൈം പിന്നെ ഇത് കിച്ചൺ സംഭവം, പിന്നെ അത് കയറി വന്നു. അങ്ങനെ
അങ്ങനെ പിന്നെ എന്താ പിന്നെയും പിന്നെയും അല്ല പ്ലേറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ ആദ്യമായിട്ടല്ലേ വന്നത്. അത് പിന്നെ ഗ്ലാസ് 3 എണ്ണം 100 രൂപ, 6 എണ്ണം 100 രൂപ, അങ്ങനെ പല പല വെറൈറ്റി ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഗ്ലാസ് കണ്ണാടി ഗ്ലാസ് തോനെയുണ്ട്, ഇനി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വല്ല മമ്മി എടുത്ത് എറിയും, ഈ സ്ഥലമില്ല. അങ്ങനെ പിന്നെ കുറേ അടിപൊളി കമ്മലെന്ന് പറഞ്ഞാൽ അടിപൊളി കമ്മൽ ലവേഴ്സിനൊക്കെ പറ്റിയതാണ് ഇത്. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ്. പിന്നെ ഞാനൊരു കമ്മൽ ലവറാണ്, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. കണ്ടുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നെയിൽ പോളിഷ്, ഹെയർ ബാൻഡ്, ക്ലിപ്പ്, അങ്ങനെ അത് ഇത് കാറാണോ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബുക്സിൻ്റെ ഏരിയയിലോട്ട് പോയി. ഞാൻ അത്ര റീഡ് ചെയ്യുന്ന ആളൊന്നുമല്ല, പണ്ടൊക്കെ വായിക്കുമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ടി വി അതൊന്ന് നമ്മൾ ഈ ടെക്നോളജിക്കൽ ആയിട്ടൊന്നും ഇല്ലാത്ത സമയത്ത് വായിക്കുമായിരുന്നു. ഇപ്പോൾ വായ്പൊന്നുമില്ല, എല്ലാം അതിപ്പോൾ അതൊക്കെ വായിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ലല്ലോ. അങ്ങനെ നല്ല ബുക്സൊക്കെ നല്ല സ്കിൻ ബോണ്ടിൻ്റെയൊക്കെ നല്ല അടിപൊളി നോവൽസും ഫിക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ബുക്സ് ലവേഴ്സിനൊക്കെ വായിക്കാം, വേണമെങ്കിലും വാങ്ങിച്ചിട്ട് വായിക്കാം, അത് തന്നെ. പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് തീർന്നെന്ന്, ഇത് തീർന്നില്ല, പിന്നെയും ഉണ്ട്. പിന്നെ എന്താ പിന്നെയും മാലയും കമ്മലും. ഇത് മറ്റേ കീടനാശിനി സംഭവങ്ങൾ, നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളാണ്, വളം, അങ്ങനെ. പിന്നെ അത്തറിൻ്റെ അടുത്ത് വന്നു, അത്തറ് ഞാൻ രണ്ടാമത് വീഡിയോ എടുത്തിട്ടതല്ല, അത് ഓൾറെഡി അതിനകത്ത് വന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന തന്നെ 2-3 സെക്ഷൻ ഉണ്ട് ഇവർക്ക്. അങ്ങനെ പിന്നെ കുറേ നമ്മൾ അങ്ങനെ ജീൻസിൻ്റെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയത്തില്ല. അതിൻ്റെ ബാഗ്സൊക്കെ പക്ഷേ നല്ലതാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്, നല്ല സംഭവമാണ്. പിന്നെ ചീപ്പ്, പിന്നെ സ്പൂണ്, ഇത് പിന്നെ എല്ലാം മറ്റേ പ്രാവിൻ്റെയൊക്കെ എന്ത് സംഭവമാണ് അത്. പക്ഷേ ഒരു നെറ്റിട്ട് മറച്ചേക്കുന്നത്, കാണാനൊന്നും പറ്റില്ല. പിന്നെ കഞ്ഞിക്കുഴിയോ എന്തോ സംഭവം, അത് വിത്തുകളാണത്. പിന്നെ നമ്മൾ വന്നത് എന്തുവാ, പോപ്കോണ്. പിന്നെ അതുപോലെ തന്നെ സെയിം സംഭവം തന്നെ കമ്മലുകൾ, അതും ഭയങ്കര വില തന്നെയാണ്. ഇവിടെയാണ് വില ഞാൻ ചോദിച്ചത്, പക്ഷേ നല്ല എക്സ്പെൻസീവാണ്, 250 ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. കുറേ ഉണ്ട്, അത് തന്നെ പാനിപൂരി. പിന്നെ ഞങ്ങളങ്ങനെ പാനിപൂരി വാങ്ങിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പാനിപൂരി കഴിക്കുന്നത്. അങ്ങനെ ഞാൻ പാനിപൂരി കഴിച്ചു. ഞങ്ങളങ്ങനെ എല്ലാം കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പോയി കാണുക കേട്ടോ. 2 ദിവസമേ ഉള്ളൂ, ഇനി കാണാത്തവർ പോയി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.